കായിക മന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായം കിട്ടിയിട്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ റീലിൽ വന്ന ഹുനൈഫ് തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഹുനൈഫിനോട് തന്നെ. ഹുനൈഫ്, നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഈ 3 വർഷത്തോളമായിട്ട് TA ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനുശേഷം നിങ്ങൾ ചോദിക്കുമ്പോൾ ഖജനാവ് കാലി എന്നാണോ പറയുന്നത്? അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ പകുതിക്ക് ശേഷം ഈ TA അലവൻസ്, ഈ ട്രാവൽ അലവൻസ് കിട്ടാതെ വരുമ്പോൾ എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യവും എന്താണ് അവരുടെ മറുപടി? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സർ, ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഹുനൈഫ്. ഞാനൊരു മലപ്പുറം സ്വദേശിയാണ്. സൈക്ലിംഗ് ആണ് എന്റെ സ്പോർട്സ് ഇവന്റ്. അതോടൊപ്പം നമുക്ക് നിരവധി തവണ, 2-3 തവണ സ്റ്റേറ്റിനെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്താണ് നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് ഒരു 2022 ശേഷം 2023, 24, 25 എന്നിങ്ങനെ ഈ വർഷങ്ങളിലൊന്നും നമുക്ക് നാഷണലിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന നാഷണൽ അത്ലറ്റ്സിന് ഒരു വിധത്തിലും ട്രാവൽ അലവൻസ്, അതല്ലെങ്കിൽ TA നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ചെലവുകൾ, ഭക്ഷണത്തിന്റെ ചെലവുകൾ, ഇങ്ങനെയുള്ള ചെലവുകൾ കാര്യങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. സർ, കേൾക്കാമോ? കേൾക്കാം, തുടർന്നോളൂ. അതോടൊപ്പം നമുക്ക് ഇപ്പൊ നിലവിലുള്ളത് ഏറ്റവും വലിയൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് കേരളം എന്ന് എഴുതിയിട്ട് ബാക്കിൽ ഇട്ടുകൊണ്ടുള്ള ജേഴ്സി, അതായത് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്താണ് നാഷണൽസ് മത്സരിക്കാൻ പോകുന്ന നമ്മളെ ജേഴ്സി പോലും നമ്മൾ സ്വന്തം പൈസക്ക് ഞാൻ അടിച്ചിട്ടാണ് ഞാൻ നാഷണൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത്. സർ, കേൾക്കാമോ? കേൾക്കാം, കണ്ടിന്യൂ ചെയ്യൂ. ഓക്കെ. അപ്പോ എന്താന്ന് വെച്ചാല്, നമ്മള് ഇപ്പോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. ഈ ഒരു സൈക്ലിംഗ് സ്പോർട്സ് എന്നുള്ള മാത്രമല്ല, എല്ലാ സ്പോർട്സിലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് നാഷണൽസ് പോകുന്ന അത്ലറ്റ്സിന് ഒരു വിധത്തിലും TA വേറെ ട്രാവൽ എക്സ്പെൻസോ അലവൻസോ ഒന്നും കിട്ടണില്ല. അത് മാത്രമല്ല, നമുക്ക് നാഷണലിലൊരു 3rd പൊസിഷൻ 2023 നാഷണൽ മെഡലിസ്റ്റ് ആണ് ഞാൻ. നമുക്ക് അതിന്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ നാഷണൽ മെഡൽ അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് സ്റ്റേറ്റിൽ നിന്ന് ഒരു സപ്പോർട്ടായിട്ട് പാരിതോഷികം എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോ അതിപ്പോ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് നമുക്ക് അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് TA ആണ്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട യാത്രാ ചെലവുകൾ ഇതുപോലും വഹിക്കാൻ ഇപ്പത്തെ അല്ല, നമുക്ക് അപ്പൊ നിലവിലുണ്ടായിരുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനമായി, അതാത് സ്ഥാനത്തിലേക്ക് അതാത് മന്ത്രിമാരൊക്കെ കയറിങ്ങാണ്ട് ജോയിൻ ആയി, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇനി ഈ വരുന്ന വർഷങ്ങളിലെങ്കിലും സൈക്ലിംഗ് എന്ന് മാത്രമല്ല, ഞാനൊരു സൈക്ലിസ്റ്റ് ആണ്, ഏതൊരു സ്പോർട്സിലായിക്കോട്ടെ നമുക്ക് നല്ല രീതിയിൽ TA അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബേസിക് ആയിട്ട് പോക്കുവരവിനുള്ള ചെലവെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. ഹുനൈഫ് ക്ലിയർ ആണ്. അതായത് ഈ 2023 ഹുനൈഫ് പോയത് എങ്ങനെയാണ്? ഇത് ഈ TA വാങ്ങിച്ചിട്ടാണോ പോയത്? കാരണം മെഡലിസ്റ്റ്, ബ്രോൺസ് മെഡൽ കിട്ടിയതാണല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ സ്വന്തം ചെലവിലാണോ പോയത് ആ വർഷം? പറയാൻ വരികയാണ്. അന്നത്തെ വർഷം നമുക്ക് ആ ഒരു വർഷം 2022 ആ ഇവന്റ് നടന്നത്. 2023 ഫസ്റ്റ് മന്ത് ജനുവരിയിൽ അന്നാണ് ഇവന്റ് നടന്നത്. ആ സമയത്ത് നമുക്ക് TA കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 23 അതായത് 23 മത്സരമാണ് 24 നടക്കുന്നത് കേട്ടോ, മനസ്സിലായോ? 24, 25 നടക്കും. അത് ഓരോ വർഷം ഓരോ മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവന്റ്സ് വരിക. കുറച്ച് ലേറ്റ് ആവും ഇവന്റ്സ്. പൊതുവെ എല്ലാ ഇവന്റ്സും കുറച്ച് ലേറ്റ് ആവും നാഷണൽസ് ഒക്കെ നടക്കുമ്പോൾ. അപ്പൊ നമുക്ക് അതിന് ശേഷമുള്ള 3 വർഷങ്ങളായിട്ട് ഒരു വിധത്തിലും TA അല്ല. ഞാൻ എന്റെ സ്വന്തം ചെലവിലാണ് നാഷണൽസ് പോയിങ്ങാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. ശരി, ആ പോയി വന്നതിന് ശേഷം പിന്നീട് അതിന്റെ റീഇംബേഴ്സ്മെന്റോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ പൈസ മുടക്കി പോകുമ്പോഴേക്കും നമ്മൾ ബാക്കി അത് ചോദിക്കുമല്ലോ, നമ്മൾ പോയി വന്നതിനുള്ള ചെലവ്, അത് തിരിച്ച് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയില്ല സർ. ഇതുവരെ ഒരു ചെലവോ അല്ലെങ്കിൽ നമുക്ക് TA അല്ലെങ്കിൽ ഒരു രീതിയിലും ചെലവുകളോ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വരെ ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇതില് സൈക്ലിംഗ് അസോസിയേഷൻ, കേരള സൈക്ലിംഗ് അസോസിയേഷനിലെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സർ, എന്തെങ്കിലും നമുക്ക് പോയുള്ള യാത്രാ ചെലവ് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമാണെന്ന് അന്വേഷിച്ചപ്പോൾ ഫണ്ട് ഇല്ല എന്നാണ് ഗവൺമെന്റ്, അതായത് അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞത് ഫണ്ട് ഇല്ല എന്നാണ്. അതായത് അത്ലറ്റ്സിന് കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അതായത് നമ്മൾ അസോസിയേഷനിൽ ചോദിക്കും, അസോസിയേഷനാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വേർതിരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പൊ ഓരോന്ന്, ഇപ്പൊ സൈക്ലിങ്ങിന് ഒരു കേരളത്തിന് സൈക്ലിംഗ് അസോസിയേഷൻ ഉണ്ട്, റണ്ണിങ് സൈക്ലിംഗിൽ മാത്രമുള്ള ഒരു അവസ്ഥയല്ല, എല്ലാ സ്പോർട്സിലും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു രീതിയിലും സാർ ഒന്ന് ആലോചിക്കണം. നമ്മളെ എല്ലാവരും ഇത് കാണാൻ വേണ്ടി പറയണേ, എത്രത്തോളം ആൾക്കാർ, അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ പറയുന്നു, കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് കണ്ട് പോകുന്ന ഒരു അത്ലറ്റ്, അതായത് ഇയാൾക്ക്
ഇയാൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് സെലക്ട് ആയി കേരളത്തിന് സ്റ്റേറ്റ് ടീമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ പോയി. ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടി, സ്റ്റേറ്റ് ആയി. സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ആവുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സ്റ്റേറ്റിന്റെ ടീമായല്ലോ, അതിനുശേഷം സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കാൻ പോണ ടീം സ്വന്തം ജേഴ്സി പോലും, അതായത് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന സ്വന്തം ജേഴ്സി പോലും അവനവന്റെ പൈസ കൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗതികേട് സാറിന്ന് ചിന്തിക്കണം. അല്ല ഹുനൈഫ്, അല്ല നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നത്, നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നതും ഒഫീഷ്യൽസിലേക്ക് അത് എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നത്. ഈ റീൽ ഏകദേശം 5.2 മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട് ടിൽ ഡേറ്റ്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ കമന്റ് ചെയ്തിട്ടുണ്ട്, പലരും മുഖ്യമന്ത്രിയെയും കായിക മന്ത്രിയെയും ഒക്കെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്, പല ഇഷ്യൂസും ഇതുപോലെ നേരിടുന്നുണ്ടെങ്കിൽ പലരിലേക്കും എത്തിപ്പെടാൻ ഈസിയാണ്. ഈ റീല് പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്താണ് റെസ്പോൺസ്? എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ ഇതുവരെ ടിൽ ഡേറ്റ്? ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല, പോസിറ്റീവായിട്ട് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. ഞാൻ ഈ പരിപാടി തുടങ്ങിയ തന്നെ നമുക്ക് ശരിയാക്കാം എന്നുള്ള ഒരു മറുപടി, അത് നമ്മൾ റെഡിയാക്കാം, അത്ലറ്റ്സിന്റെ കാര്യങ്ങൾ പരിഗണനയ്ക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മറുപടി കിട്ടിയാൽ മതി. പക്ഷെ അതുപോലും ഇതുവരെ നമ്മൾ ഒഫീഷ്യൽസിന്റെ സൈഡിൽ നിന്ന് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ സീരിയസ് ആയിട്ടൊരു പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എപ്പോഴും നമ്മൾ പറയും, ഇത് ചെറുപ്പം മുതലേ വളർത്തിയെടുക്കേണ്ടതാണ്. അങ്ങനെ വളർത്തിയെടുത്താൽ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ നിലവിൽ ഉണ്ടോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നവും കൂടിയാണ്. എന്തുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല? പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഫിഫ വേൾഡ് കപ്പിലൊക്കെ ഇന്ത്യയുടെ പ്രതിനിധി എപ്പോഴും ഉണ്ടാവുന്നത്, അതിനനുസരിച്ച് ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ഉണ്ടാവണമല്ലോ, നല്ല നടക്കുകയുള്ളൂ. ആ സപ്പോർട്ടിലേക്ക് വേണ്ടി തന്നെയാണല്ലോ നമ്മൾ നോക്കുന്നത്. പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഈ TA എന്ന് പറയുന്ന ഒരു സംഭവം ഈ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം നാഷണൽസിലേക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് അവരുടെ കയ്യിൽ നിന്നും കൊണ്ടുവരാൻ പറ്റാതെ, അതിൽ പോലും പാങ്ങില്ലാത്ത ആളുകൾ, അവർക്കാകെ പാഷൻ സ്പോർട്സ് ആണ്, അതിൽ നിന്നും അവരാഗ്രഹിക്കുന്നത്. ഇപ്പം ഹുനൈഫ ആ റീലിൽ പറഞ്ഞ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, നിങ്ങൾക്ക് പാരിതോഷികമല്ല ആവശ്യം, നാഷണൽസിൽ പോയി മെഡൽ നേടിയാലും നിങ്ങൾക്ക് പാരിതോഷികം വേണ്ട, നിങ്ങൾക്ക് ആദരവ് വേണ്ട, നിങ്ങൾക്ക് വേണ്ടത് ആ TA ആണ്. എനിക്ക് അവിടെയാണ് സ്ട്രൈക്ക് ചെയ്തത്. അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളുണ്ട്. ഇപ്പോൾ ഹുനൈഫിന് തന്നെ പിന്നീട് സെലക്ഷൻ കിട്ടിയിട്ട് പോവാത്ത സാഹചര്യം ഉണ്ടോ? അല്ലെങ്കിൽ ഹുനൈഫിന് പരിചയമുള്ള ആരെങ്കിലും സെലക്ഷൻ കിട്ടിയിട്ട് ഈ പൈസ ഇഷ്യൂ കൊണ്ട് മാത്രം പോവാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ? തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോ ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറയാം. എന്റെ സിറ്റുവേഷൻ ആണ്, വേറെ അത്ലറ്റ്സിന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കേരളത്തിൽ നിന്ന് കാണുന്ന എല്ലാ അത്ലറ്റ്സിനും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ നാഷണൽ മെഡൽ വന്നതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത വർഷം കൂടി ഞാൻ നാഷണൽസ് പാർട്ടിസിപ്പേഷന് പോയി. ഐ മീൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സ്വന്തം ചെലവിൽ ഞാൻ പോയി. അതിന് ശേഷം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ സത്യം പറഞ്ഞാൽ സൈക്ലിംഗ് നാഷണൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു രീതിയിലും ചെലവുകളോ ഒന്നും ഇല്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു വാർത്തയും, അതിന്റെ കൂടെ നമ്മൾ ക്ലാസ്സിന് പോകണം. ഞാനൊരു ഡിഗ്രി 3rd ഇയർ സ്റ്റുഡന്റ് ആണ്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ കൂടെ നമ്മൾ പ്രാക്ടീസും ചെയ്യണം. അതല്ലാതെ നമ്മളെ വീട്ടുകാരെ, ഐ മീൻ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും നോക്കണം. അതിന്റെ കൂടെ പ്രാക്ടീസും ചെയ്ത് ഈ നാഷണൽസ് പോകാൻ വേണ്ടിയിട്ട് കേരള ടീം കയറിയിട്ട് പോലും അതിനുള്ള ചെലവ് പോലും നമ്മൾ കണ്ടെത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച്, ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് പാർട്ടിസിപ്പേഷന് പോകാൻ പോലും, ഐ മീൻ കേരളത്തിന് 2023 നാഷണൽ ലെവലിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബ്രോൺസ് മെഡൽ നേടിയ വ്യക്തിക്ക് അടുത്ത 2 വർഷം അത് അതിലേക്ക് നോക്കുക പോലും ഇല്ല. കാരണം ഇതാണ് സിറ്റുവേഷൻ. അതെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കോച്ച് ഉണ്ടാവുമല്ലോ നെയ്ഫിനെ മാത്രമല്ല, ഇത് പലർക്കും അറിയുന്നതായിരിക്കും. എൻ്റെ ചോദ്യം, ഈ റീല് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുപോലുള്ള പല അത്ലീറ്റ്സും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അവർക്കും ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? കാരണം പല കമന്റ്സിലും ഞാൻ ആ രീതിയിൽ പലതും കണ്ടു. പക്ഷെ പേഴ്സണലി അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്ലീറ്റ്സിന്റെ ജീവിതമോ അല്ലെങ്കിൽ അവരാരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ? സർ, ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഇഷ്ടം പോലെ റെസ്പോൺസ് ആണ് വന്നത്. അത്ലറ്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയി നിൽക്കണ, ഐ മീൻ കുറെ അത്ലറ്റ്സ് പലരും ഇപ്പൊ ഗൾഫിലാണ്. ഗൾഫിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് അയക്കണ കുറെ ആൾക്കാരുണ്ട്. ഉനൈഫ്, റെസ്പോൺസ് എന്തായി? കായിക മന്ത്രിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയാണ്. അത് മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഈ സാർ ഈ പറഞ്ഞ പോലെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട്, സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞത് ഇപ്പൊ പഞ്ചാബിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ ഒക്കെ വെച്ചേക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുക. അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിന് പോകാൻ കുറഞ്ഞത് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് വരുന്ന വെറും 5K 6K, ഒരു 6000-7000 രൂപയെ ഒരു അത്ലറ്റിന് കുറഞ്ഞത് വരുള്ളൂ. അതുപോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ കോൺടാക്ട് ചെയ്തു, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്.
കുറെ ഈ പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഖജനാവ് കാലി എന്നുള്ളൊരു മറുപടി കിട്ടി എന്നുള്ളതാണല്ലോ ഈ റീലിൽ മെൻഷൻ ചെയ്യുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? അത് ആരുടെ ഭാഗത്തു നിന്നാണ് ആ മറുപടി വന്നത്? ആരോട് ചോദിച്ചിട്ട് ഏത് വഴി കൂടെയാണ് ഉനൈഫിന് ആ റെസ്പോൺസ് കിട്ടിയത്? അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്? നമ്മള് ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഞാൻ ഇതിന്റെ മുകളിലുള്ള ആൾക്കാരിനെ അന്വേഷിച്ചപ്പോ ഈ സ്റ്റുഡൻസ് തന്നെയാണ് ഖജനാവ് കാലിയാണെന്നാണ് കേട്ടത്. അപ്പോ എല്ലാവരും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയാണ് നാഷണൽസ് മത്സരിക്കാൻ പോവുക എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് അതാണ്. ഓക്കെ, ഇതിപ്പോ ഉനൈഫ് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ പുതിയ മന്ത്രിസഭ, പുതിയ മന്ത്രി എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോ നാഷണൽസ് ഇനിയാണോ നടക്കാൻ പോകുന്നത്? ഇനി നമുക്ക് ഈ വർഷത്തെ 2026 നാഷണൽസ് നടക്കാൻ പോവുകയാണ്. ഈ വർഷമെങ്കിലും നമുക്ക് സൈക്ലിംഗ് മാത്രമല്ല എല്ലാ സ്പോർട്സ് ഇവന്റ്സിലും നമുക്ക് കേരളത്തിന്റെ ഭാഗത്തുനിന്ന്, ഐ മീൻ സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തു തുടങ്ങിയത് സർ. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ഇനി ഇവന്റ്സ് ഒക്കെ വരാനുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.